തമിഴ്നാട്ടിൽ കേരളത്തെക്കാൾ വലിയ രസകരമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അധികാരം എപ്പോഴും ലഹരിയാണ്. അധികാരത്തിൽ നിന്ന് ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ലോകത്തിലെ ഏറ്റവും ശക്തരായ മനസ്സുള്ള അല്ലെങ്കിൽ ശക്തരായ ആളുകളാണ്. മാനസികമായിട്ടും മറ്റേത് നിലയിലും അവരെ കീഴടക്കാൻ അത്ര ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം അധികാരത്തിന് വേണ്ടി എന്ത് കാര്യം ചെയ്യാൻ തയ്യാറാവുന്ന ആളുകൾ, അവർ ദൈവത്തിൻ്റെ മുമ്പിലും ലോകത്തിൻ്റെ മുമ്പിലും പാപികളാണ്. അധികാരത്തിൻ്റെ ലഹരിയാണ് ആക്ച്വലി ബൈബിള് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അധികാരത്തിൻ്റെ ലഹരിയാണ് മദ്യത്തിൻ്റെ ലഹരിയായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. മദ്യം കഴിക്കുമ്പോൾ ആ ലഹരിയുടെ പരിണത ഫലം എന്താണോ അതിലും ലഹരി ലഭിക്കുന്ന ഒരു കാര്യമാണ് അധികാരം. അധികാരത്തിൻ്റെ ലഹരി എന്ന് പറഞ്ഞാൽ, കാരണം മറ്റൊരു ആളുടെ മേൽ ഞാൻ ഭരണം നടത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയാണ്. അത് കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ശോചനീയമായ അവസ്ഥയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കോപത്തിന് ഇടയാക്കുന്ന, നിമിഷത്തിൽ നശിച്ചു പോകുന്ന കാര്യം കൂടിയാണ് ഈ അധികാരമോഹം എന്നുള്ളത്. അതിൽ നമ്മളുടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നും. കാരണം എന്നാ, രണ്ടുപേരും അധികാരം വേണ്ട എന്ന്. അതാണ് ഏറ്റവും ശക്തമായ ഹൃദയങ്ങൾക്ക്, ശക്തമായ മനസ്സുകൾക്ക് ഉടമയാണ് അവർ. അതാണ് രാഹുലിൻ്റെയും സോണിയയുടെയും പ്രത്യേകത. കോൺഗ്രസ്സിന് അഭിമാനിക്കാം, അധികാരക്കൊതിയില്ലാത്ത രണ്ടുപേരെങ്കിലും കോൺഗ്രസ്സിലുണ്ട്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.